അകൈതവുമായ നന്ദി പറഞ്ഞു. മിഴാവ് വായിക്കുന്നത് ഗോപികൃഷ്ണനാണ്. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ പാഞ്ചാലി സ്വയംവരം. കൂത്തു തുടങ്ങുന്നു. ഹലോ 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 ഓക്കെ ഓക്കെ ഹലോ ഹലോ പിന്നെ ചോദിക്കുന്ന കാര്യമുണ്ടോ? കേട്ടാ ചേച്ചി അവിടെ ഇരിക്കുവാണല്ലേ? ഭഗവൽ നാമങ്ങളെ ഉച്ചരിപ്പുതം ചെയ്താൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ഓരോരോ ദുരിതരാശികൾ യഥാവലെ സമൃദ്ധങ്ങളായി ചമയുമെന്ന് നിശ്ചയമത്രയല്ലോ ആകുന്നത്. ആയതുകൂടാതെ കണ്ട് മറ്റു സാരങ്ങളായി അനിത്യങ്ങളായി അല്പരസപ്രധാനങ്ങളായിരിക്കുന്ന
അർത്ഥപുത്രമിത്രകളത്രാദികളിൽ പരിഭ്രമിച്ച് കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. മനുഷ്യർക്ക് എത്ര കഷ്ടം എന്ന മനുഷ്യജന്മത്തിങ്കൽ ആര് രക്ഷകർത്താവ് എന്നല്ലേ. വാസുദേവ വപ്പായാൽ ഗുണമില്ലാതിരിക്കുന്ന എങ്കിലോ പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിരിക്കുന്ന പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിച്ച് അഖില ഭൂമണ്ഡലവർത്തികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി യഥോചിതം സൽക്കരിച്ചിരുത്തിയ ശേഷം ദൃഷ്ടദ്യുമ്നൻ സഭാമണ്ഡപത്തെ പ്രാപിച്ച രാജാക്കന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു ആയത് എപ്രകാരമെന്നാൽ ഭോ വിഖ്യാതവീര്യ ശൃണുത നൃപതയോ വാക്യമേതൽ മദീയം യോ യുഷ്മാസു സ്വശക്രിയ ധനുരിതമധുനൈ ആദദ്യം വിധായ സാദയ്യേതൈപ്രശൽക്കയ്യ ഗഗനജലമലം ജത്വമേതശരവ്യം തസ്മൈ വീരായ ദത്ത അഖില ഗുണഗണസ്യാകര സോദരീ മേ ഭോ വിഖ്യാതവീര്യ ശ്രമുത. അല്ലേ, വിഖ്യാതവീരന്മാര് അവിടെ ഒരുവിധം വീരന്മാരൊക്കെ എത്തി കഴിഞ്ഞല്ലേ. പാതാളത്തിൽ നിന്ന് വന്നേക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഉള്ളിലായിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കാണില്ല എന്ന് വിചാരിച്ച് അവിടെ ഇരുത്തി കുഴിച്ചിട്ടേക്കാണ്. മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് കടക്കരുത്, ഇവിടെ മതിൽ കെട്ടിയുണ്ട്, അവിടെ ഇരുന്ന് വരണം എന്നാ. പാതാളത്തിൽ നിന്ന് വന്നേക്കണവര് അപ്സരസുന്ദരിമാര് പുറയിലേക്ക് നോക്ക, എടാ കിണ്ടി നോക്ക, പുറയിലേക്ക് നോക്ക, സുന്ദരിമാരിക്കണമെന്ന് വേണേ, ഇതൊരു അവസരമാണ്, വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെ ഒരുവിധം രാജാക്കന്മാരൊക്കെ എത്തിയുണ്ട്. സാക്ഷാൽ ദേവേന്ദ്രൻ കണ്ടില്ലേ, കൈയൊക്കെ ഇട്ടിട്ട് തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ സാരഥി മാതലി, ഇത് ബ്രഹ്മാവ് സിംഹാസനമൊക്കെ ഇട്ടവരോട് ഒരുവിധ ആൾക്കാരൊക്കെ തരികയുണ്ട്. നിങ്ങള് ഞാൻ പറയണ കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയാൻ ഇവിടെ ഉള്ളവരൊക്കെ പൊട്ടന്മാരാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത്യാവശ്യം പൊട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് വന്നപ്പോ മനസ്സിലായി. അതുകൊണ്ടല്ല, ഞാൻ പറയണ കാര്യങ്ങൾ വേണ്ട വിധം ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതെന്താ, ഇവിടെ വിശേഷമായിട്ടൊരു കാര്യം നടക്കുക. എന്താ അത്? പാഞ്ചാലിയുടെ സ്വയംവരം എത്ര പറയാനുണ്ടോ? സാധാരണ ഒരു പുത്രി ഉണ്ടായാൽ അങ്ങനെ നോക്കൂ, പുത്രി അയ്യോ എന്ത് ഭംഗിയാണ് കോളെ കാണാൻ. അങ്ങോട്ട് നോക്കണ്ടോ, അവന്റെ തിരക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോ അവൻ നോക്കണ്ട. അവന്റെ ബുദ്ധിയാണ്, അവരോട് അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് ഞാൻ നോക്കിട്ട് എന്താ കാര്യം കണ്ടോ? അങ്ങോട്ട് നോക്ക, അങ്ങോട്ട് നോക്കടാ കിണ്ടി നോക്ക. നോക്കി ഭംഗിയുള്ള കുട്ടിയാ. ഇനി ആ കുട്ടിക്ക് വെളി കഴിക്കേണ്ട പ്രായമായാൽ യോജിക്കണ ഒരാളെ കണ്ടാൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായിട്ടുണ്ട് ഏകദേശം. എന്നെ ക്ഷണിക്കണം കേട്ടോ, കാരണക്കാരൻ ഞാനാണ്. അപ്പോ അങ്ങനെ വിവാഹം നടത്തൽ പതിവുണ്ട്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരാറില്ല അല്ലേ? അതിലൊന്നും അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ഒരു ദിവസം കാലത്ത് വന്ന അച്ഛാ ഞങ്ങളെ അനുഗ്രഹിക്കണേ, രണ്ടെണ്ണം വന്നോ, എന്നാ അത്രയേ വേണ്ടൂ അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. അർജുനന് കൊടുക്കാൻ ഒരു മകളുണ്ടാവണേന്ന് പാഞ്ചാലൻ തപസ് ചെയ്തു. തപസ് ചെയ്ത് ഒരു പുത്രി ഉണ്ടായി. വേലി കഴിച്ചു കൊടുക്കേണ്ട കാലായിപ്പോ കേൾക്കണു. പാണ്ഡവന്മാര് മുഴുവൻ അരക്കില്ലത്തിൽ തീയിൽപ്പെട്ട് മരിച്ചു. ചിരിച്ചാ ചവിട്ടി കൊല്ലിഞ്ഞാ പറഞ്ഞ നല്ല നാട്ടുകാരെ അവിടെ ഉള്ളത്. പാണ്ഡവരൊക്കെ മരിച്ചു. കാര്യം ചില ആൾക്കാർ മരിച്ചു എന്ന് കേട്ടാ നമുക്ക് സന്തോഷം ഇല്ലേ? നമ്മുടെ ദുഷ്ടൻ മറ്റേ ആളല്ലേ അവൻ മരിച്ചു പോവാ, സമാധാനായി. പക്ഷേ ഇവിടെ അങ്ങനെയല്ലാണ്ടായി. ഏതായാലും പാണ്ഡവര് മരിക്കേണ്ടത് മരിച്ചു അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യുക? അർജുനനോളം ശക്തി ഉണ്ടായിട്ട് മകളെ കൊടുക്കുക. ദ്രൗപദി നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നീ വിഷമിക്കണ്ട കണ്ടേ. അങ്ങനെ നമുക്ക് സന്തോഷമായി. അർജുനൻ ചത്തുപോവാ, നന്നായി. അങ്ങനെ വിചാരിക്കരുത്. ഏതായാലും അർജുനനോളം ശക്തി ഉണ്ടായിട്ട് മകളെ കൊടുക്കണം തീരുമാനിച്ചു. വീരപരീക്ഷയായിട്ട് സ്വയംവരം നടത്താൻ തീരുമാനിച്ച സകല ആൾക്കാരെയും വിളിച്ച് മന്ത്രിസഭ വിളിച്ചു.
കേമാക്കണ്ടേ സ്വയംവരം? വരണ വഴിയൊക്കെ ഗംഭീരാക്കണം. ഞാൻ ഇപ്പോൾ രഥത്തിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങനെ എങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ വഴി ഒന്ന് നേരെയാക്കണം. ഇല, കൊല, തല, നിങ്ങൾ 3 പേരും വാഴയുടെ കട വെട്ടിക്കോട്ടോ. ഇവിടെ വരുന്നിടത്തിൽ കൊലവാഴി കൊലത്തന്നെ വേണം. വാഴക്കൊല ആരുടെയാണെന്നുള്ളത് ചർച്ചയൊക്കെ ഒരു ഇടയ്ക്ക് അങ്ങനെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കത് ചിന്തയുടെ പ്രശ്നമാണ്, വാഴക്കൊലയുടെ പ്രശ്നമല്ല അല്ലേ? അപ്പോൾ കൊലവാഴി കൊലത്തേക്ക് നിന്റെ ചുമതല. ഇല, കൊല, തല, നിങ്ങൾ 3 പേരും. സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ താല കൊടുക്കാൻ അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടേണ്ടി വരും. കാണാനൊന്നുമില്ല ചിലത് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങൾ ഈ താടകയും പൂതനയും നക്രതുണ്ടിയും ഇതിനൊക്കെ കണ്ട് സുന്ദരിയും നിങ്ങളൊക്കെ സുന്ദരിമാരല്ലേ? ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചേക്കുന്ന ആളാ. ഞാൻ പോവാത്ത സ്ഥലമില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ധാരാളം സുന്ദരിമാരെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ട്. പക്ഷേ ഇത്രയും സുന്ദരിമാരെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. സന്തോഷമായി? നിങ്ങൾക്ക് സന്തോഷമാവാൻ എന്ത് നുണ പറയാൻ ഞാൻ തയ്യാറാണ്. എന്ത് ഇതിനൊക്കെ കണ്ട സുന്ദരി എന്ന് വല്ലതും പറയാം. മനുഷ്യനെ പേടിപ്പിക്കാൻ തലമുടിയൊക്കെ വെച്ചിട്ട് മുമ്പിൽ നിൽക്കണം. അയ്യോ, അപ്പോൾ നേരത്തെ വരണം. നിങ്ങളുടെ കാര്യമല്ല വന്നത്, നിങ്ങളൊക്കെ സുന്ദരിമാരാണ്. നേരത്തെ വരണം സഭയിൽ കേട്ടോ. താല കൊടുക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ഈ സ്ത്രീകളെയൊക്കെ പുറപ്പെടുവിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ ഇന്നലെ പുറപ്പെട്ടതാണ്. വേഷം മാറാൻ അകത്തേര് വാതിലടച്ചാൽ അത്താഴ പൂജയ്ക്ക് നടയടക്കണം പോലെ പിന്നെ തുറക്കില്ല. ഈ പുരുഷന്മാർ എത്ര കഷ്ടപ്പെടുന്നെന്നറിയോ? ഒന്ന് വരുമോ നീ? ഇതിനെ പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഏപ്പാടാ പോണോ അല്ലേ? അതുകൊണ്ട് ഒരുവിധം പുരുഷന്മാരാരും പുറത്തു പോകുമ്പോൾ സ്ത്രീകളെ കൊണ്ടുപോകില്ല. കൊണ്ടുവന്നുണ്ടപ്പോ ഉണ്ടാവില്ല. ആ സ്വാതന്ത്ര്യം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇത്ര സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ലെങ്കിലേ ശല്യം ഇങ്ങോട്ട് വരും. ഒരുവിധം പുരുഷന്മാരാരും പുറത്തു പോകുമ്പോൾ സ്ത്രീകളെ കൊണ്ടുപോകുന്നില്ല. വേലി കഴിക്കണ കാലത്ത് വിളിക്കും, നീ വരണ്ട. ഞാനില്ല, എന്നാ ഞാനും പോണില്ല. കുറച്ച് കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എങ്ങടാ പോണേ? ഒരു സ്ഥലം വരെ പോവാ. ഞാനും ഉണ്ട്, എന്നാ ഞാൻ പോണില്ല. ആദ്യം കുറച്ച് കാലം ഭർത്താവ് പറഞ്ഞൊക്കെ ഭാര്യ കേൾക്കും. അത് കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞ ഭർത്താവ് കേൾക്കും. അത് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവോട് പറഞ്ഞ നാട്ടുകാർ മുഴുവൻ കേൾക്കും. കണ്ടോ ആ പാവം പോണോക്കോ, അതിനെ കൊണ്ടുവന്നോ നോക്കുന്നുണ്ടോ? അത് ഒറ്റയ്ക്കല്ലേ പോണോക്കോ? അതിൻ്റെ ഉള്ളിൽ കൂടെ ഉരുണ്ട് പോവാ പാവം. പണ്ട് എപ്പോഴും കുമ്പിടി കൊണ്ടു കിടന്നിരുന്നു. ഇപ്പൊ നിനക്ക് വേണം, നീ വെക്കോ, ഞാനില്ല. അപ്പൊ അങ്ങനെ ആവരുത്. താലെടുക്കാനുള്ള സുന്ദരിമാരൊക്കെ നേരത്തെ വരണം. കേൾക്കണില്ലേ പറയണേ? നീ മുമ്പിലുണ്ടാവണം കേട്ടോ. നിങ്ങളൊക്കെ താലെടുക്കാൻ വേണ്ടേ? അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ചാടി പറഞ്ഞു മഹാരാജാവ് അവിടെ ഉരുണ്ട് വീണ 12-ാം ദിവസം ഒരു പൂവ് ചന്ദന പണി കഴിഞ്ഞല്ലോ. അപ്പൊ സുന്ദരിമാരായിട്ടുള്ള കുട്ടികളെ താലെടുക്കാൻ കേൾക്കണില്ലേ പറയണേ? അതിന്റെ ചുമതല ഞാൻ അവളെ കേൾപ്പിക്കാം. അവളാണ് ഈ കൂട്ടത്തിന്റെ സുന്ദരി. നോക്കൂ, തിരിഞ്ഞു നോക്കങ്ങോട്ട്. അതന്നെ അതന്നെ. ഒന്ന് എണീക്കോ, കാണട്ടെ. പറഞ്ഞാക്കൊക്കെ എണീക്കോ. നിന്നോടല്ല പറഞ്ഞ സുന്ദരി എന്ന് പറയുമ്പോ അവള് ധരിച്ചു എന്നോട് അതും പറയുന്നുണ്ടോ? നീ സുന്ദരിയാണല്ല, എണീക്കൂ. നിന്നോട് ഞാൻ അങ്ങോട്ട് വന്ന് പിടിച്ചെണീപ്പിക്കണോ? എണീക്കോ. ഏതാ വേണ്ടേ? അങ്ങോട്ടും കൂടെ നോക്കണ്ട, എണീറ്റോളൂ. എണീക്കോ. ഒന്ന് എണീറ്റോ, അപ്പൊ തന്നെ ഇരുന്നോളോ. എണീക്കോ. നല്ല അനുസരണ ഈ നാട്ടുകാരിയാൻ തോന്നുന്നില്ല. കാലെടുക്കുന്ന ആൾക്കാരുടെ ചുമതല വളരെ ഗംഭീരമായിട്ടുള്ള മേളം നിന്റെ ചുമതല. ഇങ്ങനെ കണ്ടാൽ തന്നെ ഇടയ്ക്കിടെ കഴിയണ്ട. ഗംഭീരമായ മേളം. ഇങ്ങനെ സകല ചുമതല നിശ്ചയിച്ചോ. അത് ആറപ്പിടണം, വാക്കരവിടണം. ഇവിടെ ആറപ്പിടണമൊന്നും കണ്ടില്ല ദീപാരാധന സമയത്തൊക്കെ. ആറപ്പിടണ്ടേ? പല സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് ഇപ്പൊ ആറപ്പിടലും കുറവിടലും. മിണ്ടരുത്. അത് പറ്റില്ല. ആണുങ്ങൾ വേണം ആർപ്പിടാൻ. ഇവിടെ ആർപ്പിടാലോ? ഒന്ന് നോക്കാം ആർപ്പിടണ എങ്ങനെയാന്ന്. നല്ല ശ്വാസല്ലേ? ശ്വാസം കിട്ടാതെ സൂത്രമുണ്ട്. എന്താ അറിയോ? വെണ്ണ കഴിച്ചാൽ മതി. ശ്വാസം മുട്ടുള്ള ചോദിച്ചാൽ അപ്പം ചവിയും ചെയ്യും. പിന്നെ ശ്വാസം കിട്ടാൻ വർക്കച്ച എല്ലാവരും ആർപ്പിടാൻ നിന്ന് ആറാപ്പേ എന്ന് പറയുമ്പോൾ നമ്മൾ നിർത്തണം. അവർ കിട്ടോട്ടെ, നമ്മളെ കാണിച്ചാൽ മതി. അവർ ശ്വാസം മുട്ടി ചാവാറാകുമ്പോൾ നമ്മൾ തുടങ്ങുക. അപ്പോൾ നമുക്ക് നല്ല ശ്വാസം ഉണ്ടാവും. ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഉത്സവകാലത്ത് പഞ്ചവാദ്യമൊക്കെ കൊമ്പ് വിളിക്കണുണ്ടോ? 100-100 പേര് ഒരുമിച്ച് 3-4 പേര് വിളിക്കണ്ടാവില്ല.
എങ്ങനെ അറിയാൻ വിളിക്കണ്ടോ? ഇങ്ങനെ മേളത്തിന്റെ ചുമതല, അതുപോലെ തന്നെ ആറപ്പെടാനുള്ള ചുമതല, വായ്ക്കൊരവ, ഗംഭീര സദ്യ എല്ലാം നിശ്ചയിച്ച് സകല ആൾക്കാരെയും ക്ഷണിച്ച് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ആസ്വദിക്കാനുള്ളതെല്ലാം അവിടെ വട്ടം കൂട്ടി വെക്കുന്നു. ഒരു ഭാഗത്ത് ചെന്നാൽ ഭേരി മദ്ദളകാഹളാദി നിനദക്വാബി, ഒരു ഭാഗത്ത് ചെണ്ട, മദ്ദള, മെട്ടക്ക, തിമല വാദ്യക്കാരങ്ങനെ നിരനിരയായിട്ട് നിന്ന് ഗംഭീരമേളം. മേളം കാണാറുണ്ടോ? നീ യാനപ്പിണ്ടം മാത്രം കണ്ട് നടന്നാൽ പറയാം. മേളം പോലെ ഇത്രയും ആസ്വാദ്യകരമായിട്ട് വിഷയമില്ല. മേളക്കാർ വർത്തമാനം പറയും കൂടി മേളത്തിനിടയിൽ കൂടി. ഈ ഉത്സവത്തിന് നടയടച്ചാൽ ഇടയ്ക്ക് ഓടണമെന്നുണ്ടോ? ഉത്സവക്കാലത്ത് നടയടച്ചാൽ നട തുറക്കാൻ നല്ല താമസമാണ്. സാധാരണ ദിവസം അത്താഴപൂജയും ദീപാരാധനയും പിറ്റേ ദിവസം കാലത്തെ പൂജയും കൂടി കഴിയും. ഉത്സവകാലത്ത് അടച്ചാൽ തുറക്കില്ല. എന്താ കാരണം? സാധാരണ അമ്പലത്തിൽ വരാത്തവരും കൂടി ഉത്സവകാലത്ത് അവിടെ നിൽക്കും. വരുമ്പോഴൊക്കെ വലിയ ഭക്തിയാണ്. ദശമന്യമ കുറ്റക്കോട്ട് സംഘട്ട് ചരണാല വിന്ദ ഗായത്രി സാവിത്രി സരസ്വതി മഹാഹീകൃത. കുറച്ച് കഴിഞ്ഞാൽ എന്താ ശാന്തിക്കാരനകത്തേടുന്ന് ഉറങ്ങി അതിൻ്റെ ഉള്ളിൽ കയറിയ ചുട്ടുകൊണ്ടിട്ട് നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാ പുറത്തിറക്കണ്ടേ? അപ്പോഴാ ഉറങ്ങ. എന്താ നട തുറക്കാത്തേ? നട തുറക്കണില്ല. എന്താ കാരണമെന്നോ? ഈ ആൾക്കാർ അവിടെ നിൽക്കണ്ടാവും. അപ്പൊ അവിടെ ആരാ വർത്താനം പറയുന്നത്? അവിടെ കൊണ്ട് കാക്കി എന്ന് വർത്താനം പറഞ്ഞ ചവിട്ടി അടിക്കാൻ പറഞ്ഞേക്കാം. കൂടെ അവിടെ എന്താ നട തുറക്കാത്തയോ? ശാന്തിക്കാരൻ നടയടച്ചാൽ പതുക്കെ താക്കോലിന്റെ ഒട്ട കൂടെ പുറത്തേക്ക് നോക്കും. അമ്മയെ വരെ അമ്പലത്തിൽ വരാത്തവര് അമ്മയെ അവിടെ നിൽക്കണം, അവിടെ ഇന്ന് ഞാൻ തുറക്കണില്ല. അപ്പോഴാണ് ഇടയ്ക്കാരൻ്റെ പ്രയോഗം. തുറക്കടാ വേഗം, തുറക്കടാ വേഗം, തുറക്കടാ 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 തുറക്കടാ. ഇട്ടിട്ട് പോകണം, ഇട്ടിട്ട് പോകണം, ഇട്ടിട്ട് പോകണം. എന്നിട്ടും തുറന്നില്ലെങ്കിൽ ആ ഒരു നിലവിളിയാ. അത് കേട്ടാൽ ഭഗവാനും പേടിക്കും, ശാന്തിക്കാരനും പേടിക്കും. അതൊരു ഉത്സവകാലമായാൽ എന്നും മേള. അപ്പൊ തലേ ദിവസം കൊട്ടിയ മേളത്തിന്റെ വഹിന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെ അവിടെ വെച്ചാൽ ചോദിക്കുക. അങ്ങനെ ഗംഭീരായിട്ടുള്ള മേളം. ഒരു ഭാഗത്ത് യോഷിതാം ഗീതം വാബിജ, വേറൊരു ഭാഗത്ത് സുന്ദരിമാരുടെ സംഗീതം. സുന്ദരിമാരുടെ സംഗീതം ആൾക്കാർ കൂടെ ഉണ്ടാവും. ഇപ്പം ഞാനായതുകൊണ്ട് ഇവിടെ ആള് പറഞ്ഞത്. എൻ്റെ സ്ഥാനത്ത് ഒരു സുന്ദരിക്കുട്ടി ആയിരിക്കണെങ്കിൽ പുറകിലിരിക്കുന്ന ഭക്ഷണന്മാർ ഇവിടെ ചമ്പരം പഠിച്ചിരുന്നു. ഞാനായതുകൊണ്ടാവും മല്ലം പറഞ്ഞിട്ട് എങ്ങോട്ടാ പോട്ടെ, ഞങ്ങൾ ഇവിടെ നിൽക്കണല്ലോ. അപ്പോൾ ഇവിടെ സുന്ദരിമാരുടെ സംഗീതം. ചിലർ പാട്ട് പാടണു, ചിലർ വീണ വായിക്കണു. ഇവിടെ ആകെ 2 വീണയുള്ളത്. 2 കാര്യം അപകടമാണ് അല്ലേ? ഒരെണ്ണം എപ്പോഴാണ് കൊണ്ടിടുകയെന്ന് വെച്ചാൽ പൊട്ടാൻ പൊട്ടിയോ വെച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഒരു ഭാഗത്ത് വീണ വായിക്കണു, വേറൊരു ഭാഗത്ത് പാട്ട് പാടണു. മേളം യോഷിതം ഗീതം സവിതല്ലരഭസ പ്രോത്സാരമേ നിസ്വന തിരക്ക്. ഇതാരായി വരണേ? വരൂ വരൂ വരൂ. അവിടെ ആരുമില്ല, എല്ലാം കൂടി അങ്ങോട്ട് നോക്കാൻ. നിങ്ങളെ കാണിക്കാൻ ആൾക്കാരെ കൊണ്ടുവരാൻ പോയില്ലേ ഇപ്പൊ ഞാൻ ഇവിടെ? തിരക്ക് നീന്തിരിക്കണ തിരക്ക്. ഇരിക്കോ ഇരിക്കും. എന്താ അവിടെ നിന്ന് ഇവിടെ ഇവിടെ ഇരിക്കാം. അദ്ദേഹം എല്ലാവർക്കും സിംഹാസനം കൊണ്ടിട്ട് കൊടുത്തു. അങ്ങനെയൊന്നും കിട്ടിയില്ല, മേപ്പോട്ട് നിൽക്കില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ അവിടെ നിർത്തി കുഴിച്ചിട്ടേക്കാന്നാ തോന്നുന്നത്. ആൾക്കാരെ തിരക്ക് നിയന്ത്രിക്കുന്നത്, ചിലർ ഇരുത്തണം, ചിലരെ കൈ പിടിച്ചിരുത്തണം, അങ്ങനെയൊക്കെ ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നവരാണ് അധികം തിരക്കുണ്ടാക്കുക. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ കാണാം. മഹാക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ അമ്മേ നാരായണ നാരായണ നേരെ നിന്ന് അകത്തേക്ക് കയറി ആ ശ്രീലോകത്തേക്ക് നോക്കുമ്പോൾ ആ വാതിക്ക സോപാനത്തിന്റെ അവിടെ ഒരുത്തരം നിർത്തി കുഴിച്ചിട്ടുണ്ടാവും. അവൻ തൊഴിലില്ല, മറ്റുള്ളവർ തൊഴിക്കുകയില്ല. അങ്ങനെ പോവും അവിടെ, അങ്ങോട്ട് പോവും അവിടെ, അങ്ങനെ പോവാണ്. കഴുത്തി പിടിച്ചോണ്ടേ. അപ്പൊ മുമ്പിൽ പോകുന്നവർക്കാർക്കും തൊഴണ്ടേ? കഴുത്തി പിടിച്ചൊരു തള്ള്, മതിലുമ തലവരെ അടി. അമ്മേ അത് തല വേണിച്ചിട്ട് തൊല വിളിക്കണതാ. പുറത്തേക്കുന്ന ആൾക്കാരുടെ വിചാരം എന്തോ എത്ര ഭക്തന്മാരാകട്ടെ അമ്മേന്ന് വിളിക്കണ കേട്ടോ. അമ്മ ഇപ്പൊ ഇറങ്ങി വരുന്നു. തല തല്ലി പൊട്ടിച്ചിട്ട് തൊല വിളിച്ചതാ. വാഹനങ്ങളുടെ തിരക്ക് ഇറങ്ങി നോക്കിയാൽ കാണാം. ഇങ്ങനെ നിറയായിട്ട് അങ്ങനെ നിൽക്കണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. അതിന് നടുക്ക് ഒരുത്തനെ നിർത്തി കുഴിച്ചിട്ടുണ്ടാവും. അവൻ വാഹനങ്ങൾ വന്നാൽ അവിടെ നിൽക്കൂ. നല്ല ഭംഗിയുണ്ട്. അറ്റ വരെയുണ്ട്. ഇവിടെ നിൽക്കൂ. അപ്പോഴാണ് മുമ്പിൽ നിന്ന് അവിടെ നിൽക്കൂ. ഇനി പുറകിൽ നിന്ന് വന്നാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചില്ല. ഇങ്ങനെ തിരക്ക് നീന്തിരിക്കണം. അവരുടെ തിരക്ക് വിപ്രാണാം അശനറ്റുകളായ ബ്രാഹ്മണര്. എത്ര മഹാബ്രാഹ്മണരാണ് നിരന്നിരിക്കണേ.
എലിവാലൂശി, ചേരവാലൂശി, വിട്ടി, വിട്ടം വിഴുങ്ങി, മാർപ്പാള കേശവൻ, മറപ്പര നക്കി, ചൊറിയൻ, പൊട്ടൊട്ട് തുണിയൻ, കിടക്ക് കുട്ടികളെല്ലാം കൂടെ വന്നിരുന്നു. ഇല ഇട്ടു. ഇല എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ഇല. എന്തൊക്കെയാ വിഭവങ്ങള്? പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിട്ടിക്കിട്ടി, വാൽപ്പായസം, അഞ്ചാര പായസം, വഴപ്പറമ, അടപ്പറമ, ചക്കപ്പറമ, കടുപ്പായസം, ശർക്കര പായസം. അതിന് വെള്ളം മണ്ണൊക്കെ ഞാൻ കണ്ടു. ആലോചിച്ചിരിക്കുകയാണ്. വഴപ്പറമ, അടപ്പറമ, കൊട്ടയിലെ വിളമ്പോ വലിയ കൊട്ടയില് നീ ഇല പിടിച്ചോട്ടോ. എൻ്റെ മുഖത്തേക്കൊക്കെ ഞാൻ ചോറിടുമ്പോൾ ഞാൻ അടിയിൽ കൊണ്ടിതാവും. വലിയ കൊട്ടയിൽ ചോറ് വേണമെന്നൊക്കെ അങ്ങനെ കേട്ടോട്ടെ. ഇങ്ങനെ വടം വിളമ്പാൻ സ്ത്രീകളൊക്കെ കണ്ടു പഠിച്ചോ. ഇവരൊക്കെ ഭവനത്തിൽ ഉണ്ണാൻ ചെന്നാണ്ടല്ലോ, എന്താ വന്നെയാവോ ഊണ് കഴിക്കാനാ ഇരിക്കട്ടോ. അവരടുക്കളയിലേക്ക് പോയി പിന്നെ വരില്ല. വന്നാൽ അവിടെയുള്ള ഏറ്റവും ചെറിയ പാത്രത്തിലെ ചോറുണ്ട്. വേണ്ട ദുരിതം. അഥവാ വിളമ്പിയ ലേശം കൂടി ആവാ. വീണിട്ട് വേണ്ട കളയാൻ. തട്ടലൊന്നും വീണില്ല. സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയില്ല. കാരണം ഇവിടെ അംഗസംഖ്യ കൂടുതൽ അവരാ. ചിലർ വെട്ടി വെച്ചാൽ നമ്മളെ പുറത്തേക്ക് ഇറങ്ങടാ കാണിച്ചു തരാം. എനിക്ക് മനസ്സിലായത്. അപ്പോ പുരുഷന്മാരുടെ വിളമ്പലോ ഇതിലും കേമാ. അവര് സദ്യക്ക് വിളമ്പാൻ ചെന്നാൽ ഉണ്ണാനിരിക്കണവരെ പേടിപ്പിക്കല അവരുടെ പണി. അവര് വിളമ്പാൻ കൂടെ വന്നാൽ ആരുടെ അവിടെ കാളാൻ ചോദിച്ചാള് ആർക്കട കാളൻ എനിക്കൊന്നും വേണ്ട. ചിലരെങ്ങനെയല്ല, അവരെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു. വേർത്ത് കുളിച്ച് മുഷിഞ്ഞ വസ്ത്രവും കരി പുകയി ചെളി. എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഇവിടെ എന്നിട്ടുണ്ട് ചില മിടുക്കന്മാരട്ടോ. എന്താ വേണ്ടയാവോ? ആ ഓലിന് ചവിട്ടിയാണ് കാലിന് മാറ്റിയ അത് കൂട്ടായിരുന്നു. ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ അറിയണ ആൾക്കാരാണ് ഊണ് കഴിക്കാൻ. ഊണ് കഴിക്കാന്ന് വെച്ചാൽ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സമയമുള്ളപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് സന്തോഷമായി വേണ്ട. ഊണ് കഴിക്കാനെടുക്കണ ഇല വരെ ശാസ്ത്ര വിഷയമാണ്. വാഴയുടെ ഏറ്റവും മുകളിലത്തെ ഇല ഉണ്ണാനെടുക്കാൻ പാടില്ല. അറിയോ അത്? ആ ഇല എടുത്താൽ ഇഞ്ചി തൈര് വിളമ്പില്ല. കാരണം ആ ഇലയുടെ തുമ്പത്താണ് കാക്ക കാഷ്ടം ഉണ്ടാവുക. കാക്ക കാഷ്ടവും ഇഞ്ചി തൈരും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരേ ചായ. ഇലയില് ഇഞ്ചി തൈര് എവിടെയാ വിളമ്പണ്ടേന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും കാക്കറിയാം. ഇപ്പൊ നമ്മൾ ഉണ്ടായിരിക്കുമ്പോ ഇഞ്ചി തൈര് ഇവിടെ വിളമ്പിണ്ടല്ലോ. മറ്റേത് അതിനാണ്. ഇനി ഞാൻ ഇവിടെ നിർത്തിയല്ലോ എന്നുള്ളതാണ്. ഞാൻ എവിടെ പോയാലും ഒരു കൂട്ടാൻ്റെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ നാട്ടുകാരും പിന്നെ അത് കൂട്ടാറില്ലാന്ന് എന്നെ അവരെ കേട്ടേക്കണം. ഇവിടെ വന്നിട്ട് ഒന്നും പറയാണ്ട് പോയാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കണം. ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇഞ്ചിത്തേരി പറഞ്ഞ എപ്പോൾ ആലോചിച്ചാൽ ഞാൻ പറഞ്ഞ ആലോചിക്കാം. ഇവിടെ ഉണ്ണാൻ അറിയുന്ന ആൾക്കാർ. അതുപോലെ ഊണ് കഴിക്കാതിരിക്കുന്ന സ്ഥലം അന്തം കോണം ചവർജയിൽ അറ്റത്തോ മൂലക്കലോ ഉണ്ണായിരിക്കലോ. മനസ്സിലായോ പറഞ്ഞത്? അറ്റത്ത് അറ്റത്തേ പോയിരുന്നില്ലേ? അവിടെ ഇരുന്നാൽ നല്ലതാ കേട്ടോ. ഊണ് കഴിക്കാൻ അങ്ങനെ അറ്റത്ത് വരുന്ന ചോറ് കിട്ടില്ല. ചോറ് പിടിഞ്ഞ് വിളമ്പി വരുമ്പോൾ ചോറ് വളർന്ന് തുടങ്ങണേ കണ്ടോ. ചമ്പരം പിടിഞ്ഞ് ഒറ്റ ഇരിപ്പാവൻ. ഇടങ്ങളിൽ ഉണ്ണാൻ ഒരു ആക്ഷേപം ഇല്ലാത്തവനാണ്. ഇരിക്കുന്നതൊക്കെ കണ്ടാൽ ആ സിംഹാസനത്തിൽ ഒതുങ്ങി കൂടിയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കണ്ടാൽ തന്നെ അറിയാം. അപ്പം പറഞ്ഞു വേണം 4 ആള് ചാവും. രണ്ടാമത്തെ ആള് അങ്ങനെ ചോറ് വിളമ്പി 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 നിന്റെ അടുത്തെത്തുമ്പോഴേക്കും ചോറ് തീരും. അടുത്തിരിക്കുന്ന ആൾ നോക്കൂ, നല്ലോണം കഴിക്കുന്ന ആളാ. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ചോറ് തീരും. അടുത്തിരിക്കണ ചോറ് ചോറ് അടുത്തിരിക്കണ ഓരോന്നും കാളന് മെരിശ്ശേരിയൊക്കെ കൂട്ടി നല്ല സ്വാദ് ഉണ്ടായിരുന്നു. കഴിച്ചാൽ പോരാ, നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചോറ് വിളമ്പി ചോറ് അപ്പോഴും ഈ നിരയിൽ ഇരിക്കുന്നവരൊക്കെ മേടിക്കും, നമുക്ക് കിട്ടില്ല. 3ാമത് ചോറ് വരുമ്പോഴത്തേക്കും അടുത്തിരിക്കണവരൊക്കെ ഇല മടക്കി തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ നീച്ചോട്ടെ. ആദ്യത്തെ ഉരുളി എടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ നീച്ചോട്ടെ. എന്നാ പിന്നെ ഞാൻ എണീക്കാതെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അങ്ങയുടെ പിതാമഹന്റെ പിണ്ണം അറ്റിരിക്കുക. മൂലക്കെ ഇരിക്കാൻ പാടില്ല. മൂലക്കെ ഇരുന്നാൽ ചില ഭവനങ്ങളില് സ്ത്രീകള് കൂട്ടാൻ വെക്കണം പോലും. മനസ്സിലായില്ല. നമുക്ക് പരിചയമുള്ളൊരു കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും കുശലം പറയാച്ച്, എന്താ ഇങ്ങനെ മുഖമൊക്കെ മൂന്ന് പിടിച്ചിട്ടിരിക്കണം, നോക്കൂ എന്നെ മുഖത്തേക്ക്, നിന്നോടാ വന്നത്. സന്തോഷമായിട്ടൊക്കെ ചിരിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? ഇങ്ങോട്ടും നോക്കാനല്ല നോക്കണോ? അങ്ങനെ
അടുക്കള പണിയൊക്കെ കഴിഞ്ഞാ കൂട്ടാൻ വെച്ചോ? എന്താ വേണ്ടെന്ന് ആലോചിക്കും. ആലോചിച്ചോളൂ കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ നിൽക്കണ്ടോ? വെച്ചോ? എന്താ വെച്ചേ? വേണ്ടെന്ന് വെച്ചു. ഇതുപോലെ അവൻ മൂലക്ക് ഇരുന്നാൽ അവിടെ നിന്ന് ഒരാൾ വിളഞ്ഞു വരും, ഇവിടെ നിന്ന് വേറെ ആള്. അവൻ വിചാരിക്കും ഇവൻ വിളമ്പും, ഇവൻ വിചാരിക്കും അവൻ വിളമ്പും. വിചാരിക്കാനേ ഉണ്ടാവുള്ളൂ, വിളമ്പലുണ്ടാവില്ല. ഇവിടെ ഉണ്ണാനറിയണ ആളുകള്, രസികന്മാര്, വിളമ്പാനറിയണവര്. വിളമ്പാനൊക്കെ പഠിക്കണ്ട്. തോന്നിയ സ്ഥലത്ത് വിളമ്പാൻ പാടില്ല. തോന്നിയ സമയത്ത് ചിലപ്പോൾ സദ്യക്ക് ഉണ്ടായിരുന്ന ചോറിന്റെ പുറകെ മോരെ മോരെ ഏറ്റവും അവസാനം കണ്ടതാ മോരെ അങ്ങനെ വിളിച്ചാൽ അവനോട് നീക്കി നിർത്തി ഒറ്റ ചവിട്ടാൻ അവനോട് കൊല്ലണം. എന്നിട്ട് അവന്റെ അടിയന്തരത്തിന് ആദ്യം മോര് വിളമ്പണം. ഇത് അവസാനം വിളമ്പുണ്ടാവും. അപ്പൊ ചോറൂണ് കഴിഞ്ഞ് പായസവും കഴിഞ്ഞ് അവസാനം ഒന്നുകൂടി ഉണ്ണാനാണ് ഈ മോര് കഴിക്കണ. ചോറിന് തൊട്ട് പുറകെ ചോറ് വിളമ്പുമ്പോൾ പോകാൻ പാടില്ല. അതുപോലെ എരിശ്ശേരിയും കാളെന്നൊക്കെ വിളമ്പേണ്ട സ്ഥാനമുണ്ട്. ഇവിടെ അറിയണ ആളുകള്, രസികന്മാര്, സുഖായിട്ട്. നിനക്ക് എന്താ വേണ്ടേ? മാമ്പഴപ്പുളിശ്ശേരി, മതിയാ? ഒരു മാങ്ങാണ്ടിയും കൂടി. വലിയ മാങ്ങാണ്ടി, നല്ല സ്വാദ്. അതൊന്ന് കിടന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ ഒരൊറ്റ ഞെക്ക ഇങ്ങോട്ട് പോയി. എന്നാ മാങ്ങാണ്ടി അനവധി ആൾക്കാരുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ഇലയിൽ കൂടെ വേറെ ഉള്ള മാങ്ങാണ്ടി പിന്നെ സുഖമായിട്ട് ഉണ്ടാൻ പറ്റുമോ? ഇങ്ങനെ കൂട്ടുകാരെ എന്നുള്ളത് അറിയണവരാണ്. ഓരോ വിഭവം ഇങ്ങനെ വിളമ്പിയാൽ എന്തിന് സ്വാദ് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ വിളമ്പി കൊടുക്കാൻ തോന്നും. ഈ പുരുഷന്മാർക്കുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊടുത്താലും ഒക്കെ കഴിച്ചോളൂ. നന്നായി ശരിയല്ലേ ഞാൻ പറഞ്ഞു? പാവ സ്ത്രീകൾ ഓരോന്നിന്റെ കണ്ണുമുഖം കണ്ട സഹായം. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ തീരില്ല. എന്നിട്ട് പറയെന്താ? ഭാര്യയ്ക്ക് എന്താ ജോലി? ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, ഗൃഹസ്ഥയാ. ഒറ്റ ചവിട്ടിന് അവനെ അപ്പ കൊല്ലണം. ഗൃഹസ്ഥ ജോലിയൊന്നുമില്ല, അത് വെളുപ്പാങ്കാലം വരെ ജോലിയാ. ഒന്നിട്ട് കിട്ടാനുമില്ല, ചീത്തായ മാത്രമേ കേൾക്കാനുള്ളൂ. എന്നിട്ട് ഗൃഹസ്ഥയാ, ഒരു ജോലിയില്ലാന്ന്. അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ നേരത്ത് വിളമ്പി കൊടുക്കുമ്പോ ചോദിക്കും എങ്ങനെയുണ്ട് എന്തെന്ന്? കാളൻ എങ്ങനെയുണ്ട്? നിന്റെ അച്ഛനെ ഓർമ്മ വരിക. കാളൻ എഴുതിയപ്പോഴോ? അതെന്താ? ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. കാലൻ കാളൻ. നിന്റെ അച്ഛൻ കാലൻ, ഇത് കാളൻ. നന്നായി പറയില്ല. ചിലപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ ഉദ്ധവും എന്തായാലും ഇവിടെ ചീത്ത പറയലാണ് ഇന്ന്. പാവം, അതിന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇന്ന് എന്ത് പറ്റി? ഇന്നത്തെ നിന്റെ ഓലൻ അസലെ എപ്പോ നോക്കിയാലും ചീത്ത അടുക്കള കിടന്ന് ചാവുക. ഓലൻ നന്നായി. ഞാൻ കാളനാ വെച്ചത്. ഓലനാന്നാ വിചാരിച്ചേ. ചിലപ്പോ നന്നായി എന്ന് പറഞ്ഞത് ഭാവം. ചിലര് എന്ത് ചോദിച്ചാൽ ആ കൂട്ടാൻ 3-4 പേർക്ക് കൊടുത്ത് സ്വാദ് നോക്കിച്ച് എല്ലാവരും ഓലനാന്ന് പറഞ്ഞു. ഇനിയിപ്പോ മാറിപ്പോയില്ലല്ലോ. ഇന്നത്തെ നിന്റെ ഓലൻ കേമായി. കഷ്ടകാലത്തിന് അന്ന് അവിടെ ഓലം വെച്ചിട്ടില്ല, അടുത്ത വീട്ടിൽ നിന്ന് ഇറന്നു കൊണ്ടുവന്നേക്കണതാ. ഒന്നും കൂടി പറയൂ. ഇന്നത്തെ ഓലന് ഒരു പ്രത്യേക സ്വാദുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അവള് വെച്ച് തന്നാ ഒരു പ്രത്യേക സാധിട്ടിരിക്കണം. അയ്യോ, ഒരു സാധനം ഉണ്ടായിട്ടല്ല, വെറുതെ പറഞ്ഞു. പക്ഷെ ഇവിടെ അറിയണ ആളുകൾ ഊണ് കഴിക്കാൻ അറിയണവര്, വിളമ്പാൻ അറിയണവര്, നല്ല വിഭവങ്ങള് അങ്ങനെ സുഖമായിട്ട് തന്നെ വിളമ്പണോ. ഉത്സാഹമായിട്ട് കുറച്ചുകൂടി പഞ്ചായ പായസം പഴപ്പഴം പടേ വലിയ ഉണ്ടാവില്ല. മാമ്പഴപ്പുളിശ്ശേരി കൊണ്ടിട്ട് വരും ഒരാളെ. അത് തൂക്കി പിടിച്ചിട്ട് 2 കാതൊക്കെ ഉണ്ടായിരുന്നു. പിടിച്ചു കൊണ്ടുവന്ന് വിളമ്പാൻ പോവുകയല്ല, കാതങ്ങടെ പൊട്ടിപ്പോയി. ഉണ്ടാവും അങ്ങനെ തന്നെ ഉള്ള ഇലയിലേക്ക് ഇപ്പോഴും പോലും 10-150 മാങ്ങാണ്ടിയും മാമ്പഴവും ഒക്കെ കൂടി. അയ്യോ അബദ്ധമേ, ഒരു അബദ്ധമില്ലേ, നന്നായിണ്ട്. നീ എന്നെ വിളമ്പിയാൽ എനിക്ക് ഇഷ്ടമായത്. ഇങ്ങനെ ഉണ്ണണവരുടെ ശബ്ദം വിപ്രാണം കൊചിതസ്നതാം കളകളോ ഗംഭീര കുംഭീശ്വര പ്രധ്വാന കൊച്ചിൽ. വേറൊരു ഭാഗത്ത് വലിയ വലിയ ആനകളുടെ ഹള. ഈ ആനക്കമ്പക്കാര് എല്ലാ സ്ഥലത്തും ഉണ്ട്, വലിയ കണ്ടില്ലേ? ആ തടം പേറ്റാൻ അവൻ വരുന്നു വലിയ കേമായിട്ട് വിളിച്ചു ചോദിക്കും. ആ അമ്പലത്തിൽ ആരാ പ്രതിഷ്ഠ അതറിഞ്ഞൂടാ. ആന ഏതാണെന്നറിയാം. ചിലർക്ക് ഈ ആനയെ കണ്ടാൽ തന്നെ അറിയാം ഏതാനാണ്. ഇതേതാന അങ്ങോട്ട് എഴുന്നേറ്റേക്ക് എഴുന്നേറ്റേക്ക് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. ഇരുന്നോ അവിടെ ഒന്നും കാണാൻ കേട്ടോ. ഇരുന്നോ, ഒരു പ്രാവശ്യം പറ്റിച്ചാലെങ്കിലും പഠിക്കണ്ടേ. അത് ഏതാ ആന? ആനയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അത് ഏതാന്ന് പറയാൻ പറ്റും. ഒരു സൂത്രമുണ്ട്. എന്താണെന്നറിയോ? ആനയുടെ പാണ്ടുള്ള ഭാഗം ഏറ്റവും കൂടുതൽ എവിടെയാണ്? അതിൻ്റെ മസ്തകത്തിലാണ് അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഭാഗം തുമ്പിക്കൈൻ്റെ അറ്റത്താണ്. പിന്നെ പാണ്ട് കൂടുതലുള്ള ഭാഗം ഏതാണെന്നറിയോ?
കഴുത്ത്. ആ കഴുത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിന് ചെങ്ങലേന്ന് പേര് എഴുതിയിട്ടുണ്ടോ? അത് നോക്കി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആനക്കമ്പക്കാരുടെ ലഹള, തിരക്ക് നിയന്ത്രിക്കാനുള്ള ലഹള, വാഹനങ്ങളുടെ ലഹള, ഊട്ടുവരെന്നുള്ള ലഹള. ഈ തിരക്കിനിടയിൽ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പറയാനുള്ളത്? മേ സോദരി, എന്റെ സഹോദരി എങ്ങനെയുള്ളവള്? അഖില ഗുണഗണസ്യ ആകര, എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ അതിസുന്ദരി. ദ്രൗപദിനെ കണ്ട കൊതിയോ, ഒത്തിരി ഭംഗിയാന്നറിയോ? കണ്ണിങ്ങനെ കണ്ടാൽ താമരപ്പുഴ തോന്നും, മൂക്ക് കണ്ടാൽ എള്ളിന്റെ പുഴ തോന്നും, ചുണ്ടി കണ്ടാൽ ചെന്തുണ്ടിപ്പുഴ തോന്നും, പല്ല് കണ്ടാൽ മുല്ലമൊട്ട് നിരത്തി വെച്ചൊക്കെ തോന്നും. ഇവിടെ തോന്നും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്താ വ്യത്യാസം? പല്ല് കണ്ടാൽ ശങ്കാണ് തോന്നും, കഴുത്ത് കണ്ടാൽ മുല്ലമുട്ടപ്പുഴ ഒടിഞ്ഞുവിടുകയെന്ന് വെച്ചില്ല. അപ്പൊ സ്ത്രീകളൊന്നും രാത്രി ഗുണിക്കില്ല. രാത്രി ഉണ്ടാവില്ല. സുന്ദരിയാണ്. അവസാനം ഓവിലിട്ട് വലിച്ച പോലെയാവും. സുന്ദരി ആവുമ്പോഴേക്കും തെക്കോട്ടെടുക്കാറാവും. ഇതല്ല, അതിസുന്ദരിയാ. ചിലരെ കണ്ടാൽ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ സുന്ദരിമാരാ അല്ലെ? ചിലരുടെ കണ്ണ് കണ്ടാൽ നോക്കൂ, അവളുടെ കണ്ണ് അയ്യോ നോക്കൂ, ഇടി അങ്ങോട്ട് നോക്ക്, ഇവളുടെ മുഖത്തേക്ക് നോക്കാം. ആ അങ്ങനെ കേട്ടോ, ആ കണ്ണ് നോക്ക്, എന്ത് ഭംഗിയാ നോക്ക്. അയ്യോ, കണ്ണ് കണ്ടാൽ താമരപ്പൂ പോലെ തന്നെയാ. മൂക്ക് കണ്ടാൽ കഥവള വന്നിരിക്കാൻ. കണ്ണ് നല്ല ഭംഗിയുണ്ട്. ഇവളുടെ മൂക്ക് കാണാൻ നല്ല ഭംഗിയാണ്, കണ്ണ് കണ്ടാൽ അത്ര ഭംഗിയില്ല. സുന്ദരിയാണ്. എല്ലാം കഴിഞ്ഞുണ്ട് പാഞ്ചാലിക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ ദ്രൗപദിയെ സഭയെ കൊണ്ട് നിർത്തിയേക്കണോ? പാഞ്ചാലി എന്നെ ഇടിമിന്നലാന്ന് തോന്നുന്നു. ഇടിമിന്നൽ കാണാൻ പോവാറുണ്ട് ആരെങ്കിലും? എവിടെ പോവാ? ഇടിമിന്നൽ കാണാൻ പോവുക. കുറച്ച് കഴിയുമ്പോൾ കുറെ ആൾക്കാർ പിന്നാലെ പോകും. എവിടെ പോവാ? ഇടിമിന്നൽ കാണാൻ പോയ ആളെ കാണാൻ പോവുക. ഇതല്ല, എത്ര നേരം വേണമെങ്കിൽ കാണാൻ. മാത്രമല്ല ഇടിമിന്നൽ ഒരു മിന്നലേ ഉള്ളൂ അല്ലേ? മിന്നൽ പിണറായി കണ്ടില്ലേ? മിന്നൽ പിണറായി, അയ്യോ അപകടമായോ, വീണോ, മിന്നൽ പിണറായി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ആ ദ്രൗപദിയെ സഭയിലെന്നെ കൊണ്ട് നിർത്തിയേക്കൂ. നിങ്ങളിൽ ആരാണോ സ്വശക്തിയാ, സ്വന്തം ശക്തി കൊണ്ട് ഇതം ധനുരാധായ, ഈ വില്ലിനെ എടുത്ത് മുമ്പിൽ 5 ശരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. 1 2 3 ഇവിടുന്ന് കണ്ടുണ്ട്. 1 2 3 4 5 കേട്ടോ. ഈ 5 ശരങ്ങൾ വെച്ച് ആ പക്ഷി രൂപത്തെ ആര് ഇത് വിൽക്കണോ അയാൾക്ക് ദ്രൗപദി അവർ കൊടുക്കുകയെന്ന് പറഞ്ഞു. എന്നല്ല, മൂടുപടം എടുത്താണ് മാറ്റി. പാഞ്ചാലിയെ മൂടി പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ മാറ്റിയപ്പോ ആളുകൾ മുഴുവൻ എടോ ആരെ എഴുന്നേറ്റിക്കണേ? ദ്രൗപദിയാണ്. കണ്ടോ? ദ്രൗപദി കണ്ടോ? ഇങ്ങനെ നോക്ക, മുമ്പിൽ 2 പേർക്ക് ഇപ്പൊ എണീക്കണമെന്ന് മോഹമുണ്ട്. പക്ഷെ എണീറ്റാൽ അതോടെ കഴിഞ്ഞു, പിന്നെ എണീക്കേണ്ടി വരില്ല. അവിടെ ഇരിക്കുക ഭേദം. 2 തോഴിമാരെ മുമ്പിൽ ഇരുത്തി കുഴിച്ചിട്ടുണ്ട്. തൊട്ട് പറയുന്നത് ആ ചിരിയൊക്കെ ദ്രൗപദിനെ കണ്ടോ? എടാ, ഞാൻ നിനക്ക് നോക്കേണ്ട പ്രായം പറയാതിരിക്കാം. കുറെ ആയിട്ടുള്ള അത് എണീറ്റുള്ള. അപ്പൊ ആ ദ്രൗപദിയെ കണ്ടോടുകൂടി അവിടെ ഇരുന്ന് ചില രാജാക്കന്മാർക്ക് ചില അബദ്ധം പറ്റി. എന്താ അത്? ഒരു രാജാവ് പാഞ്ചാലി അങ്ങനെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുക. അപ്പോഴാണ് ഇത്തിരി പാല് കുടിക്കണം തോന്നുന്നു. അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. തപ്പി തപ്പി കൈ കിട്ടിയത് പാലല്ല, മുറുക്കാൻ തുപ്പണ കോളാൻ്റെ. അത് നിറഞ്ഞിരിക്കുക. അതെടുത്തു പാഞ്ചാലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. അപ്പോൾ സംശയം, എന്തിനാ ഈ മൂടുപടം എടുത്ത് മാറ്റി? മൂടുപടം മാറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു കുഴപ്പമുണ്ടാവും. ആളുകൾ തമ്മിൽ സംഭാഷണം ഉണ്ടാവും. എന്താ അത്? എന്താ അങ്ങ് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്? കുറെ നേരം ഏത് പിടിച്ചോണ്ട് നിൽക്കണു. അങ്ങേ പോലെ ഇത്രയും സുന്ദരനായിട്ട് വേറെ ആളെ ഞാൻ കൂട്ടത്തിൽ കുറച്ചല്ലേ എന്റെ മുഖത്തേക്കല്ല അങ്ങോട്ട് നോക്കൂ. കാരണം ഞാൻ സുന്ദരനാണല്ലാന്ന് പറയില്ല. അങ്ങോട്ട് നോക്കൂ. അല്ല അല്ലേ? നിന്റെ അതേ ചായ, കുരങ്ങന്റെ ചായ എനിക്കല്ലേ. മിണ്ടരുത്, അങ്ങോട്ട് സംസാരിക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തേ എണീക്കോ? ഞാൻ എണീക്കണില്ല. കാരണം ആരോടും ചെന്ന് പറയില്ലെങ്കിൽ പറയാം. അച്ഛോ, അങ്ങനെ പറയരുത്, മിണ്ടരുത്. ഞാൻ ഇങ്ങോട്ട് നോക്കാം. നീയെ വർത്താനം പറഞ്ഞ് നിങ്ങളുടെ വർത്താനം പറഞ്ഞ മിണ്ടാൻ പാടില്ല, കേട്ടില്ലേ? ഈ പാഞ്ചാലി എങ്ങനെയുണ്ടായെന്നറിയോ? രഹസ്യം ആരോട് ചെന്ന് പറയും. പാഞ്ചാല മഹാരാജാവ് ഉണ്ടോ? കേൾക്കാൻ കയറി വരിക. ചെവി തിരിച്ചു വെച്ചൊക്കെ വരും കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാനാ. സൂപ്പർ കണ്ടോ?
കണ്ടോ കണ്ടോ എനിക്ക് മനസ്സിലായി. അകലെ രഹസ്യാന്ന് ചെവി കൊണ്ടുവന്നേക്കാ കണ്ടോ, അതിനെ കൂടി കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അന്ന് വേണി പൊക്കോളൂ, അതവിടെ ഇരുന്ന് കേട്ടോട്ടെ. രഹസ്യം പറയുമ്പോ കണ്ടോ സൂത്രത്തിൽ ഞാനൊന്നും അറിയില്ല, ഇവരെ മാറിക്കാടെ. ഈ പാഞ്ചാലി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാ പാഞ്ചാല മഹാരാജാവ് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് കേൾക്കണ്ടോ? കേൾക്കണില്ല? രഹസ്യമാണ്, ശ്രദ്ധിച്ചിരിക്കൂ. തപസ് ചെയ്ത് കേട്ടോ, ആ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അഗ്നികുണ്ഡത്തിൽ നിന്ന് കേട്ടോ, അഗ്നികുണ്ഡത്തിൽ നിന്ന്, തീകുണ്ഡത്തിൽ നിന്ന്, ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പറയും. അഗ്നികുണ്ഡത്തിൽ നിന്ന് തപസ് ചെയ്ത് ഉണ്ടായി ഒരുപാട് കുറഞ്ഞില്ലല്ലോ. അങ്ങനെ പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ ഉണ്ടായോടുകൂടി പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ ഉണ്ടായി. അതെ, അഗ്നികുണ്ഡത്തിൽ എന്താണ് പാഞ്ചാലി ഇത് ചിരിച്ച ചെകിടിനെ അടിച്ചു കൊടുക്കുന്നത്. തെളിച്ചു പറയണോ? പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ, അത് അഗ്നികുണ്ഡത്തിൽ ഉണ്ടായോടുകൂടി പാഞ്ചാലിയുടെ തലമുടി മുഴുവൻ കത്തിപ്പോയി. ഇപ്പൊ കഷണ്ടിയാണ്. അപ്പൊ സുന്ദരിയാണ് പക്ഷെ കഷണ്ടിയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ചില സുന്ദരിമാരൊക്കെ ഉണ്ട്, എന്ത് നല്ല തലമുടിയല്ലേ, എന്ത് ഭംഗിയാന്നില്ല തലമുടി കാണാൻ. ആണോ? ആ എന്നാ നീ കൊണ്ടോക്കോ. അയ്യോ, ഇവിടെ അതല്ല, അതിസുന്ദരിയാണ്. ആളുകൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ മൂടുപടം എടുത്തങ്ങോട്ട് മാറ്റി. അതങ്ങോട്ട് മാറ്റിയോടുകൂടെ രാജാക്കന്മാർ കൂടെ വില്ലെടുക്കുക. അതിലങ്ങനെ ചെന്നാ വലിയ വില്ലിനെ പിടിച്ച് പൊക്കാൻ തുടങ്ങി. എത്ര പിടിച്ചിട്ടും വില്ല് പൊങ്ങണില്ല. അപ്പൊ പഴയ പോലെ കൈക്ക് ബലമില്ല, കൈപ്പത്തിയുടെ ബലം ദിവസം പ്രതി കുറഞ്ഞു വരികയാണ്. അല്ല, ഇടത്തെ കൈ കൊണ്ട് പൊക്കാൻ പറ്റുമോ? ഇടത്തെ കൈ കൊണ്ട് പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇടത്ത് വിചാരിച്ചാൽ പൊങ്ങും, എനിക്ക് സംശയമാണ്. അല്ല, രണ്ട് കൈ കൊണ്ട് പിടിച്ചാലോ? എന്ത് ഇടതും വലതും കൂടി? അല്ലെങ്കിലും ഇവിടെ പിടിച്ചതൊക്കെ ഇടതും വലതും കൂടിയിട്ടാണ്, ഒറ്റയ്ക്ക് പിടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എത്ര പിടിച്ചിട്ട് വില്ല് പൊങ്ങില്ല. അങ്ങനെ രാജാക്കന്മാരൊക്കെ വില്ലില് ഉപേക്ഷിച്ചു. ഇനി ആരാ വില്ലെടുക്കാൻ? അപ്പൊ ജരാസന്ധൻ ശിശുപാൽ അവരും പരാജയപ്പെട്ടു. അപ്പൊ നോക്കിയപ്പോ അംഗരാജാവ് കാരണം ഉണ്ടോ, രണ്ടുപേരും ഇരിക്കുന്നതാണ്. ഇത് മഹാരാജാവ് ദുര്യോധനൻ, തൊട്ടടുത്ത കൈയും കെട്ടിയിരിക്കുന്നത് കർണൻ. ഒരുമിച്ചിരിക്കുള്ളൂ അവിടെ പേരാണ്. കർണ 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 അനക്കൊല്ലോ കഴിഞ്ഞു ചിരിക്കണ്ടേ? കർണ എണീക്കൂ. കൃഷ്ണൻ വന്നിട്ടുണ്ട്, കൃഷ്ണനെ ക്ഷണിച്ചുണ്ടാവും. ഇങ്ങനെയല്ല, കൃഷ്ണൻ സ്വയംവരങ്ങൾക്ക് പോകുന്ന ആളല്ല. പോയാൽ ഒറ്റയ്ക്ക് മടങ്ങി പോകാറുമില്ല. സ്വയംവരത്തിന് നിശ്ചയിച്ച കന്യക കൃഷ്ണന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ കൃഷ്ണൻ എത്ര സ്വയംവരത്തിന് പോയിട്ടുണ്ട് ഇവരൊക്കെ എന്നോട് ഇതാ പറയാം. ഇത് മുഴുവൻ കൃഷ്ണന്റെ ഭക്തി. അപ്പൊ ഈ അറ്റത്ത് രണ്ടുപേരിരിക്കണല്ലോ പുറകില്, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം പുറകിലും. അതോ കുറച്ച് പ്രായമായിട്ടൊക്കെ അതാരാ? അത് കൃഷ്ണന്റെ ആദ്യത്തെ വേളിയായിരിക്കണം. കണ്ടോ, കുറച്ച് തലമുടിയൊക്കെ നിറച്ചുണ്ട്. അത് ആദ്യത്തെ വേളി. തൊട്ട് പുറകിലിരിക്കണത് ജാമ്പവതി, അതിന്റെ തൊട്ട് അങ്ങാ പറ സത്യഭാമ. അവർ 3 പേര് കുറച്ച് പ്രായമായിട്ടുണ്ട്. ഇതൊക്കെ കൃഷ്ണന്റെ പിന്നത്തെ വേളിമാരാ. ഇത് മുഴുവൻ ഈ തൊട്ട് പുറകിലിരിക്കുന്നതോ ഈ സുന്ദരിക്കുട്ടി. ഇതിപ്പോ ഏറ്റവും സ്ഥാനം കഴിച്ച വേളിയാണ്. ഇങ്ങോട്ട് നോക്ക, എനിക്ക് മുമ്പ് നിന്നോടല്ല ഞാൻ പറഞ്ഞത്. കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്, എണീക്കണോ? അപ്പൊ ദുര്യോധനൻ നോക്കിയപ്പോ കർണ പേടിക്കണ്ട, കൃഷ്ണൻ വന്നിട്ടേ. കൃഷ്ണൻ എണീക്കില്ല. കാരണം എന്താ? കൃഷ്ണൻ ഒറ്റയ്ക്കല്ല, ഭഗവാൻ ഭഗവന്ധുവായിരിക്കുന്ന ഭഗവാൻ ഒറ്റയ്ക്കല്ല, സ്വന്തം ഭാര്യ കൂടെ ഉണ്ട്. സ്വന്തം ഭാര്യ കൂടെ ഉള്ളപ്പോ വേറൊരുത്തിയെ പാണീഗ്രഹണം ചെയ്യാൻ, കൈമ കടന്നു പിടിക്കാൻ ലോകത്തെ ഏതെങ്കിലും പുരുഷന്മാർക്ക് ധൈര്യം ഉണ്ടാവോ? പുരുഷന്മാർക്ക് സ്വതേ ധൈര്യമുള്ളവരല്ല. കണ്ടാൽ പേടിയാവുന്നുള്ളൂ. സ്വതേ മഹാപേടിത്തൊണ്ടന്മാരാ പുരുഷന്മാർ കൂടി അല്ലേ? പുറത്തേക്ക് ഇറങ്ങിയ സിംഹമൊക്കെയാണ്. ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ദുർഗാദേവി ഉണ്ടാവും.
ശ്രീരംഗത്തിന്റെ പുറത്താ തുർക്കിയുടെ സ്ഥാനേ. പണ്ടൊരു രാജാവ് ഒരു കേമനായിട്ട് മന്ത്രിമാരെ കുറിച്ചു ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളവരാരൊക്കെയാ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഭാര്യമാരെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുന്നതാ